എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ചില ദിവസങ്ങളായി വീഡിയോസ് ചെയ്യുവാനുള്ള സമയം ലഭ്യമാകുന്നില്ല, തിരക്കിലാണ്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യാത്രയും ഒക്കെയായിരുന്നു. അനേകർ വിളിച്ചു, എന്താണ് കാണാനില്ല, TPM-കാരുടെ പ്രാർത്ഥന ഫലിച്ചോ എന്നൊക്കെ വിളിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. TPM-കാര് പ്രാർത്ഥിച്ചാൽ അവരുടെ ചെകുത്താൻ നമ്മെ കൊന്നുകളയും എന്നൊക്കെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണകളുണ്ട്. അങ്ങനൊന്നുമല്ല. ഒന്ന് തിരക്കാണ്. രണ്ടാമത്തെ പ്രശ്നം, TPM-നെ കുറിച്ചുള്ള ബാക്കി വീഡിയോസ് ചെയ്യണമെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ ചിരിയാണ് തോന്നുന്നത്. ഇവരെന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് അവർക്കെങ്കിലും അറിയാമോ എന്നറിയില്ല. വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ യാതൊരു അറിവുകളുമില്ലാതെ തോന്നലുകളാണ് എഴുതി വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടുന്ന ഒരു സാധനത്തിന് ഇത് ഇന്നതാണ് പറയുന്നത് എന്ന് അവരങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ തെക്കും വടക്കും തിരിഞ്ഞ് ആരും ചോദിക്കാനില്ലെങ്കിൽ അതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഴയ നിയമത്തിലെ ഓരോ ഭാഗങ്ങളും എടുത്ത് ഇത് ഇന്നതിനെ നിഴലാണ് എന്ന് പറഞ്ഞ് നിഴലടിയാണ് ഇവരുടെ മുഴുവൻ പരിപാടി. ഈ കാര്യങ്ങളെല്ലാം, ഈ വ്യാഖ്യാനങ്ങൾ മുഴുവൻ അബദ്ധ വ്യാഖ്യാനങ്ങളാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അവരുടെ ജനത്തിന് അതറിയില്ല. ഈ അടുത്തയിടെയായി TPM-ന്റെ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പാസ്റ്റർ TU തോമസ്, ഇവരുടെ ചീഫ് പാസ്റ്റർ ആയിരുന്ന TU തോമസ് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ്. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിക്കുകയാണ്. ആൾക്കാർ ഒരുപാട് പേര് എനിക്ക് ഇട്ടുതന്നു. ഞാനത് മൈൻഡ് ചെയ്യാതിരുന്നൊരു വീഡിയോ ആണ്. കാരണം അതിനകത്ത് ഇവരുടെ ക്ഷണാധിപനായ TU അഭിപ്രായപ്പെടുന്നത് TPM-കാർക്ക് അഹങ്കാരമാണ്, TPM-കാർക്ക് ലൂസിഫറിന്റെ ആത്മാവാണ്. ഇതൊക്കെ പുള്ളി പ്രസംഗിക്കുന്നുണ്ട്. ഇത് മൂപ്പര് പ്രസംഗിക്കാതെ തന്നെ നമുക്കറിയാന്നുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്താണ് പറയാനിരിക്കുന്നത് എന്നും വെച്ചിട്ടാണ് ഞാൻ ആ ഭാഗം മിണ്ടാതിരുന്നത്. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ച് മറ്റൊരു ദിശയിലേക്ക് കഥ കൊണ്ടുപോവുകയാണ്. ഏതായാലും ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കാണിച്ച് അതിന്റെ ഒരു ചെറിയ വിശദീകരണം പറയാനാണ് ഈ വീഡിയോയിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ഈ ക്ഷണാധിപന്റെ ഒരു വിലാപം കേൾക്കണം. ജനം വളരെ ഗർവികളാകുന്നു. We don't want to pray to bless other Pentecostal churches. മറ്റു പെന്തക്കോസ്ത് സഭകളെ അനുഗ്രഹിക്കുവാനായി നാം പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. Our TPM is the greatest and the biggest and foremost one. നമ്മുടെ TPM ആണ് ഏറ്റവും വലുതും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഉത്തമവുമായത്. We are proud about our church. നാം നമ്മുടെ സഭയെ കുറിച്ച് നിഗളികളായിരിക്കുന്നു. We are proud about our big buildings. നമ്മുടെ വലിയ കെട്ടിടങ്ങളെ ഓർത്ത് നാം നിഗളിക്കുന്നു. We are proud about our big convention ground. നമ്മുടെ വലിയ കൺവെൻഷൻ ഗ്രൗണ്ടുകളെ ഓർത്ത് നാം നിഗളിക്കുന്നു. This is TPM wrong spirit. ഇതാകുന്നു TPM-കാരുടെ തെറ്റായ ആത്മാവ്. We don't want the TPM spirit. We want the spirit of Christ. നമുക്ക് TPM ആത്മാവ് വേണ്ട, ക്രിസ്തുവിന്റെ ആത്മാവ് മതി. We don't want TPM spirit. We want the spirit of Christ. നമുക്ക് TPM ആത്മാവ് വേണ്ട, ക്രിസ്തുവിന്റെ ആത്മാവ് മതി. We don't want the TPM to become great. We want Christ to become great. TPM വലുതായി തീരുവാൻ നാം ആഗ്രഹിക്കേണ്ട, ക്രിസ്തു മാത്രം വലിയവനായി തീർന്നാൽ മതി. But beloved ones, it is high time our wrong spirit go from us. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ തെറ്റായ ആത്മാവ് നമ്മെ വിട്ടുപോകുവാനുള്ള ഉചിതമായ സമയം ഇത് തന്നെയാകുന്നു. All our empty boasting should go. നമ്മുടെ വ്യർത്ഥ പ്രശംസകളെല്ലാം നീങ്ങിപ്പോകണം. There was a person in our church, he often used to say, everything other than CPM is rubbish. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, താൻ പരസ്യമായി ഇപ്രകാരം പറയുമായിരുന്നു, CPM ഒഴികെ മറ്റെല്ലാം തന്നെ വളരെ മോശമാണ്. Rubbish. Everything other than that time CPM is rubbish. Kupa. CPM ഒഴികെയുള്ള മറ്റെല്ലാം തന്നെ ചപ്പും കുപ്പയും എന്ന് താൻ പറയാറുണ്ട്. He could not stay too long in the church. എന്നാൽ he left. തനിക്ക് ഈ സഭയിൽ അധികകാലം നിൽക്കുവാൻ കഴിഞ്ഞില്ല, താൻ വിട്ടുപോയി. That should not happen to me. That should not happen to you. അത് എനിക്ക് സംഭവിക്കുവാൻ പാടില്ല, നിങ്ങൾക്കും സംഭവിക്കരുത്. I believe most of the people seated here
are our believers. ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ വിശ്വാസികൾ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. If any outsiders are there, I ask you forgiveness. The Holy Spirit wants to speak to the church. അങ്ങനെ പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് തന്റെ സഭയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം TPM-കാരായ ജനം വളരെ ഗർവികളാകുന്നു. Out of that, I am the first one. അവരുടെ ഇടയിൽ ഞാൻ ഒന്നാമനാകുന്നു. And secondly, these workers who are seated, these workers are very proud. രണ്ടാമതായി ഇവിടെ ഇരിക്കുന്ന വേലക്കാരും വളരെ നിഗളികളാകുന്നു. Then thirdly, only you believers. മൂന്നാമതായി മാത്രമേ വിശ്വാസികളായ നിങ്ങളുടെ കാര്യം. We are. ഇതിനകത്ത് ഈ ഉപദേശി പറയുന്ന കാര്യങ്ങൾ പല വിഷയങ്ങളാണ്. ഒന്നാമതായി അദ്ദേഹം പറയുന്നത് നമ്മൾ TPM-കാർ അഹങ്കാരികളാണ്. ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതിനോട് ചേർത്ത് സംസാരിച്ചത് നമ്മൾ മറ്റു സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. അടുത്തു പറയുന്നത് നമ്മുടെ പ്രതിഷ്ഠയെക്കുറിച്ച് നമ്മുടെ സഭയെക്കുറിച്ച് ഒക്കെ ഇതാണ് കൂടിയതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പറഞ്ഞു നടക്കുന്നു. അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞത് TPM-ൽ അങ്ങനെ ഒരാൾ പറഞ്ഞു നടന്നിരുന്നു പോലും ബാക്കിയുള്ളതെല്ലാം റബ്ബീഷാണ്, ബാക്കിയുള്ളതെല്ലാം കുപ്പയാണ്. അവസാനം അയാൾക്ക് ഇതിൽ നിൽക്കാൻ കഴിഞ്ഞില്ല, അയാൾ ഇത് വിട്ട് പോകേണ്ടി വന്നു. നമുക്കത് വരരുത്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? ഇതിനകത്തുകൂടി മൂപ്പര് പറയാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുകയാണ് നമ്മൾ അഹങ്കാരികളാണ്. ആരാണ് ഇവരെ അഹങ്കാരികളാക്കിയത്? ഇവരെ ഇത്തരത്തിൽ TPM-ന്റെ പ്രതിഷ്ഠയാണ് വലിയ പ്രതിഷ്ഠയെന്നും ഇതിലിരിക്കുന്ന പ്രതിഷ്ഠയായ ഷണ്ണന്മാരാണ് ഒറിജിനൽ ശുശ്രൂഷകരെന്നും പുസ്തകങ്ങളിൽ അടക്കം പ്രിന്റ് ചെയ്ത് കൊടുത്തും ഇവരുടെ അടുക്കൽ എപ്പോഴും ഇവരുടെ കാതുകളിൽ ഓതിയും ഈ ജനത്തെ വഴിതെറ്റിച്ചത് ഇപ്പറഞ്ഞ ഷണ്ണാധിപനും കൂടെയുള്ള ഷണ്ണന്മാരും തന്നെയല്ലേ? എന്നിട്ടിപ്പോ ജനങ്ങൾ അത് പറയാൻ തുടങ്ങിയപ്പോ നിങ്ങൾ എന്തിനാണ് മുതലക്കണ്ണീർ ഒഴുക്കുന്നത്? അതിനകത്ത് എന്താണ് തെറ്റിരിക്കുന്നത്? നിങ്ങൾ ഉപദേശിമാർ എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അതിന്ന് ജനം വിശ്വസിക്കുന്നു. മറ്റൊരു സഭകളെയും സഭകളായിട്ട് പോലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് തന്നെയല്ലേ നിങ്ങളുടെ ജനവും വിശ്വസിക്കുന്നത്? അത് ലൂസിഫറിന്റെ സ്പിരിറ്റ് ആണെന്ന് ഇപ്പോഴാണോ TU-ന് മനസ്സിലായത്? ഇത് തന്നെയല്ലേ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ലൂസിഫറിന്റെ ആത്മാവാണ്. കാരണം ജനത്തെ പിരിക്കുക എന്നുള്ളത്, ദൈവസഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കുക എന്നുള്ളത് ലൂസിഫറിന്റെ ആത്മാവാണല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ മറ്റൊരു സഭകളെയും രക്ഷിക്കപ്പെട്ടവരായിട്ട് പോലും കണക്കാക്കുന്നില്ല. കല്യാണം കഴിക്കാതെ നടക്കുന്നതാണ് ഒറിജിനൽ വിശ്വാസമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, പിതാവേ അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എന്നും അങ്ങ് എന്നെ അയച്ചിരിക്കുന്നു എന്നും ലോകം അറിയേണ്ടതിന് ഇവർ നമ്മെ പോലെ ഒന്നാകണം. ആ പരിപാടി TPM-നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിക്കുമോ? TPM-നെ സംബന്ധിച്ചിടത്തോളം നടപ്പിലാക്കാൻ കഴിയുമോ? രക്ഷിക്കപ്പെട്ട ഒരു സഭയെയും വചനപ്രകാരം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കുന്ന ഒരു സഭയെയും നിങ്ങൾ സഭകളായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ. വിശുദ്ധിയുടെ സകല മാനദണ്ഡങ്ങളും വചനമനുസരിച്ച് സൂക്ഷിക്കുന്ന ആരെയും നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. അവരുടെ ശുശ്രൂഷകന്മാർ നിങ്ങളുടെ സഭയിൽ വന്നാൽ നിങ്ങളുടെ മെത്തപ്പായിൽ ഇരുത്തണ്ട. അവർക്കൊരു പ്രാർത്ഥന പോലും കൊടുക്കാൻ തയ്യാറാകാതെ അവരെ മാറ്റിയിരുത്തിക്കൊണ്ട് നിങ്ങൾ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് നിങ്ങൾ തന്നെയല്ലേ കാണിച്ചു തുടങ്ങിയത്? ഇത് ലൂസിഫറിന്റെ ആത്മാവ് തന്നെയാണെന്ന് ഈ ഷണ്ണാധിപൻ ഇപ്പോഴെങ്കിലും മനസ്സിലായതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇത് നൂറുകണക്കിന് വിശ്വാസികൾ കേട്ടിട്ടും ആ വിശ്വാസികളുടെ കാതിനകത്ത് ഇത് കയറുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഖേദകരമായ കാര്യം. സുഹൃത്തുക്കളെ, ഇത് തിരിച്ചറിയണം. ഈ TU പറഞ്ഞത് വളരെ സത്യമാണ്. മൂപ്പര് അറിഞ്ഞോ അറിയാതെയോ അയാൾ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു. TPM-ലുള്ള ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നത് മറ്റൊരു ആത്മാവാണ്, ജഡത്തിന്റെ ആത്മാവാണ്, ലൂസിഫറിന്റെ ആത്മാവാണ്, അതികലക്കത്തിന്റെ ആത്മാവാണ്. അത് മറ്റെവിടെ നിന്നും വന്നതല്ല. അത് പാസ്റ്റർ ആൽവിനിൽ നിന്ന് സഭയ്ക്കകത്തേക്ക് ഇറങ്ങിയ സാധനമാണ്. അത് ഇന്ന് വരെ അടിച്ചു പുറത്താക്കി സഭയെ ശുദ്ധീകരിക്കാൻ ഈ വർഗത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. പിന്നെ മുഞ്ഞ ന്യായം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അടുത്ത മൂപ്പര് പറയുകയാണ്,
ഇതിനകത്ത് നിന്നൊരു പാസ്റ്ററോ വിശ്വാസി ആരോ പറഞ്ഞു പോലും TPM ആണ് ശ്രേഷ്ഠമെന്ന് അയാൾ പറഞ്ഞു നടന്നു, ബാക്കിയല്ല റബ്ബീഷ് ആണെന്ന് പറഞ്ഞു നടന്നു. ഒടുവിൽ അയാൾ ഇത് വിട്ടു പോയി. നമുക്കത് സംഭവിക്കരുത്. കണ്ടോ? അപ്പോൾ ഇത് വിട്ട് അയാൾ പോയെന്ന് പറഞ്ഞാൽ കൃപയെന്ന് അയാൾ പോയെന്നല്ല ഇയാൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ സഭ തന്നെയാണ് ശ്രേഷ്ഠമെന്നല്ല ഇയാൾ പറഞ്ഞതിന്റെയും അടിയിലത്തെ ഉദ്ദേശം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളിലും ഉറഞ്ഞു കിടക്കുന്നത് ഈ പൈശാചിക ചിന്ത തന്നെയാണ്, വേറൊന്നല്ല. അടുത്തയാൾ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ പറയുന്നത് കണ്ടോ, I believe most of the people seated here are our believers. ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ വിശ്വാസികൾ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. If any outsiders are there, I ask you forgiveness. You have the Holy Spirit who wants to speak to the church. അങ്ങനെ പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് തന്റെ സഭയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം TPM-കാരായ ജനം വളരെ ഗർവികളാകുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ളത് തന്റെ സഭയോടാണ്. വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? തന്റെ ഏത് സഭയോട്? ഈ വാക്കുകളിലൂടെ എല്ലാം പ്രകടമാക്കുന്നത് ഇവിടെ ഇപ്പോ ലൂസിഫറിന്റെ ആത്മാവാണെന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടും ഇയാൾ ഒളിച്ചു കളിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ കൃത്യമായി എന്നെ കേൾക്കുന്ന ദൈവജനം ഇത് തിരിച്ചറിയണം. നിങ്ങൾ ഈ വീഡിയോ, മൂപ്പരുടെ പ്രസംഗം നിങ്ങൾ ഒരു 2-3 വട്ടം കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ കാര്യം കൃത്യമായി മനസ്സിലാകും. ഇതിനകത്ത് മുഴുവൻ പറയുന്നത് ചതിയുടെ പ്രയോഗമാണ്. ജനത്തെ മുഴുവൻ കബളിപ്പിക്കുക, പറ്റിച്ചു കളയുക എന്ന അടിസ്ഥാന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സംസാരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഷണ്ണാധിപന്റെ നാവിന് തുമ്പിലുള്ളതും സർപ്പവിഷം തന്നെയാണ് എന്നതിന് യാതൊരു സംശയവും വേണ്ട. മാന്യ സുഹൃത്തുക്കളെ, മറ്റിതര സഭകളെ അംഗീകരിക്കാതിരിക്കുന്നതും ഉപദേശത്തിൽ നിൽക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതും അവരെ സഭയായി പോലും അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്നതും തിന്മയാണെന്ന് അയാൾ പറഞ്ഞു വെച്ചിട്ട് തൊട്ടടുത്ത അയാൾ തന്നെ മലക്കം മറിയുകയാണ്. ഇവകൾ വിശ്വാസികൾ തിരിച്ചറിയണം. ഇപ്പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലിറ്ററേച്ചറുകൾ നിങ്ങൾ വ്യത്യാസപ്പെടുത്തണം, നിങ്ങളുടെ സംവിധാനങ്ങൾ നിങ്ങൾ വ്യത്യാസപ്പെടുത്തണം. മറ്റിതര സഭകളുമായി നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. മറ്റുള്ളവരും കർത്താവിന്റെ മക്കളാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. ഇവകളൊന്നുമില്ലാതെ ഷണ്ണന്മാരായ ഞങ്ങളാണ് കൂടിയവർ, ഞങ്ങളുടെ പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠ, ഇതെല്ലാം വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചത് നിങ്ങൾ തന്നെയാണ്. അതിനകത്ത് താങ്കൾ തന്നെ പറയുന്നുണ്ട്, ഇത് തെറ്റായ ചിന്തയാണ്, മിഥ്യാധാരണയാണ്. ഇതല്ലേ ഞങ്ങൾ വിളിച്ചു പറയുന്നുള്ളൂ. ഇത് മിഥ്യാധാരണ തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പഠനം TPM-ലെ വിശ്വാസികൾക്കുണ്ടാകണം. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം വ്യാജമാണ്. നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്ന ഈ പോക്ക് തിന്മയിലേക്കാണ്. ഈ ഷണ്ണത്വവും പരിപാടികളും വചനാധിഷ്ഠിതമല്ലേ അല്ല. ഇവകളിൽ നിങ്ങളെ തളച്ചിട്ടുകൊണ്ട് ഇതാണ് ശ്രേഷ്ഠമായതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റിതര സഭകളിൽ നിന്ന് നിങ്ങളെ പിരിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ ഐക്യത നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ കഴിയാതെ നിങ്ങളെ വേർപെടുത്തി നിർത്തിക്കൊണ്ട് നിങ്ങളെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായും നരകത്തിലേക്കാണ്. ഒടുവിൽ നിങ്ങൾ ചതിക്കപ്പെടും, നിങ്ങൾ വഞ്ചിക്കപ്പെടും, നിങ്ങൾ വശീകരിക്കപ്പെടും. അക്കാര്യം നിങ്ങൾ മറന്നുപോകരുത്. ക്രിസ്തു അതാണ് പറഞ്ഞത്, ഇവർ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഒന്നാകണം. അങ്ങനെ ഒന്നാക്കി നിത്യതയ്ക്ക് എത്തിക്കേണ്ടതിന് പകരം ഇവരുടെ വിശുദ്ധി പറഞ്ഞ് സ്പ്ലിറ്റ് ആക്കി നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോവുകയാണ് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. പുതിയ നിയമ ശുശ്രൂഷ എന്നും പറഞ്ഞ് ഇവർക്കൊരു പുസ്തകമുണ്ട്. മുഴുവൻ കളിപ്പീരാണ്. പഴയ നിയമത്തിലെ പൗരോഹിത്യവും യാഗങ്ങളെയും കൊണ്ട് പുതിയ നിയമത്തിൽ പിടിപ്പിച്ചിട്ട് ഇതിനകത്തെ ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്നതിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ ജനത്തെ കളിപ്പിക്കുകയാണ്. ആ ജനം കളിച്ച് ഇപ്പൊ ജനത്തെ കണ്ടപ്പോ ഇവർക്ക് പരവേശം വരികയാണ്. പരവേശം വരുന്നതായിട്ട് അഭിനയിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ഷണ്ണാധിപന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് ശുദ്ധ ഭോഷ്കാണ് ഇയാൾ സംസാരിക്കുന്നത്. കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണമെന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരുന്നു. അയാൾ പറയുന്ന അല്പകാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും TPM-കാരുടെ മേൽ വ്യാപരിക്കുന്നത് ലൂസിഫറിന്റെ ആത്മാവാണ്. അത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ഷണ്ണാധിപൻ തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് അയാൾ ആ ആത്മാവിൽ തന്നെ നിറഞ്ഞു തുള്ളി മുമ്പിലേക്ക് പോകുന്നതും കാണാം. മൂപ്പര് വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മൾ ഭയങ്കരമായി ഫുഡ് കൊടുക്കുന്നുണ്ട്, ഇവകളിൽ നമ്മൾ ഊറ്റം കൊള്ളുന്നു. അവകളിൽ നിങ്ങൾ മാത്രമല്ല ഊറ്റം കൊള്ളുന്നത്. അനീഷ് കാവാലം എന്ന
ഒരു കൺവെൻഷൻ പ്രസംഗകൻ. അയാൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് സൂപ്പർ ഫുഡെന്നും പറഞ്ഞ് ഇങ്ങനെ വേണം ഫുഡെന്നും പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. ഞാൻ ഇതിനകത്ത് ജനിച്ചു വളർന്നതാണ്. ഈ പറയുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കുറെ കണ്ടത് തന്നെയാണ്. നമുക്കിവിടെ ഫുഡല്ല പ്രധാനം, നമുക്കിവിടെ ഈ ഒരുക്കവും നടപ്പും അല്ല പ്രധാനം, ഇപ്പറഞ്ഞതുപോലുള്ള പ്രതിഷ്ഠകളല്ല പ്രധാനം. പ്രധാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള സ്നേഹമാണ് പ്രധാനം. തിരുവെഴുത്ത് വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയാണ്. ആ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാനാണ്. ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുമ്പോൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ജനത്തിന് ഒരുമിച്ചൊരു ഐക്യത ഉണ്ടാവണം. ഈ ഐക്യത വ്യാപരിക്കുവാൻ കഴിയാതെ വണ്ണം ജനത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് ഈ TPM-കാരിലൂടെ ചെകുത്താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സ്നേഹം ഭംഗിയായി വർക്കൗട്ട് ആകുവാനും ജനങ്ങൾക്ക് തമ്മിൽ സ്നേഹിക്കുവാനും ദൈവമക്കൾക്ക് ഒരുമിച്ച് സ്നേഹിപ്പാനും നമുക്കൊരുമിച്ച് ക്രിസ്തുവിലാകാനും അതുവഴി നമ്മളെ ദൈവത്തിങ്കലേക്ക് നയിക്കപ്പെടുവാനും നമുക്ക് കഴിയണം. ആ വഴിയെ അടച്ചു കളയുന്നതാണ് ഇവരുടെ തിന്മയുടെ പ്രമാണം. ഇവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്, ഇവർ പറയുന്നത് മറ്റൊരു സുവിശേഷമാണ്, ഇവർ പഠിപ്പിക്കുന്നത് മറ്റൊരു ആത്മാവാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതിനെ വളരെ കൃത്യമായി ഈ ഷണ്ണാധിപന് പറയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ജനം എത്ര മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഷണ്ണാധിപനും അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നത് ആ വരികൾ കേൾക്കുമ്പോൾ വ്യക്തമാണ്. അതുകൊണ്ട് TPM-കാരുടെ തെറ്റായ വിശ്വാസത്തിന് ഒരു അറുതി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ജനവും രക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഷണ്ണത്വം അല്ല വലുത്, ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി നൽകിയ രക്ഷയാണ് വലുത് എന്ന് ഈ ജനം തിരിച്ചറിയട്ടെ. ഒരു സഭയുടെ ഉപദേശിയായിട്ടിരിക്കാൻ ഇത്രയും ഷണ്ണത്വം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. 10-100 വിശ്വാസികളുടെ ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കാൻ എന്തിനാണ് പെണ്ണ് കെട്ടാതിരിക്കേണ്ട കാര്യം? എന്തിനാണ് ജീവിതം മുഴുവൻ തകർത്തിട്ടിരിക്കേണ്ട കാര്യം? ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കഴിഞ്ഞ ഒരു 4-5 ദിവസത്തിന് മുമ്പ് I2I-കാരൻ ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നത് കണ്ടു. ഒരു ഷണ്ണൻ ഒരു വീട്ടിൽ രാത്രിയിൽ പോകുന്നത്. ഞാനതിനെ കുറ്റം പറയത്തില്ല, കാരണം അയാൾ ഷണ്ണനല്ലെന്ന് തെളിയിക്കാൻ അയാൾ കിടന്ന് ഓടുന്നതാണ്. അതിന് നമുക്ക് ഒരു കുറ്റമായിട്ടൊന്നും കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഓടിയ ഷണ്ണന്മാരുടെ പുറകെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. തെറ്റു പറയാൻ ഞാൻ ആളല്ല. കാരണം ഷണ്ണന്മാരല്ലാതിരിക്കെ ഷണ്ണന്മാരെന്ന് കളവായി പറയുന്ന ആൾക്കാർ, അതുകൊണ്ട് അവർ കിടന്ന് ഓടുന്നതിന് യാതൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവരെ ഒറിജിനൽ ഷണ്ണരാക്കൂ, വരി ഉടയ്ക്കൂ. ഇവരിതുപോലെ രാത്രി കിടന്ന് ഓടത്തില്ല. മര്യാദയ്ക്ക് ഫെയ്ത്ത് ഹോമിൽ വിശ്വാസത്തോടെ കിടന്നുറങ്ങും. ഇല്ലെങ്കിൽ ഇതുപോലെ രാത്രിയിൽ ഇറങ്ങി നടക്കേണ്ടുന്ന കണ്ടീഷൻ വരും. പാസ്റ്റർ കനകമണി കൊല്ലപ്പെട്ടതുപോലെ പല കൊല്ലപ്പെടലുകൾ ഉണ്ടാകും, വേറൊരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഞാൻ ആ ഭാഗമൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പോക്ക് തിന്മയായ പോക്കാണ്. ഇത് ജനം തിരിച്ചറിയണം. നമ്മൾ വചനത്തിലാണ് ഇറങ്ങി വരാൻ, അല്ലാതെ ഇമാതിരി തൊലിപ്പുറത്തെ പരിപാടികളിൽ നിൽക്കരുത്. ഈ ജനത്തിന് രക്ഷയുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരക്കണക്കിന് ജനം തിന്മയിലേക്ക്, നാശത്തിലേക്ക് പോകുന്നു. ഈ ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്കരുടെ കൂട്ടത്തിൽ നമുക്ക് എവരെയും എണ്ണാം. ഈ ജനം രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഈ ജനത്തിന്റെ കണ്ണു തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.